അവൻ നാളെ വരുമെന്നല്ലേ പറഞ്ഞേ? അതേടാ, നമ്മളെയൊക്കെ ഓർമ്മ ഉണ്ടാകുമോ എന്തോ. രണ്ടാളും നേരത്തെ എത്തിയേ? ആരിത് പട്ടാളം പുരുഷോ? മൂക്കിൽ ഉണ്ട കാണുവേ. ആർക്കെ വെൽക്കം ബാക്ക് വെണ്ണാർ കടവ്. നിനക്കൊന്നും ഒരു മാറ്റം ഇല്ലല്ലോടാ. നമ്മുടെ നാടകം ആൾമോസ്റ്റ് ചേഞ്ച് ആയല്ലോ. സാഹിബിന്റെ നാട്ടിൽ ഒരു ഇംഗ്ലീഷ് കേട്ടാ പിന്നെ അതൊക്കെ യൂസ്ഡ് ആയി പോരാ. മലയാളം മതി സാറേ, മലയാളം മതി. കടവ് നായരാവാൻ ഇവന് കുറെ സമയം പിടിക്കൂടാ. മറ്റന്നാ തന്നെ വന്ന് ഞാൻ ആ പൈപ്പ് അങ്ങ് ശരിയാക്കി തരാം. സാർ എന്നെ പ്രതീക്ഷിക്കുന്ന രീതി എന്നെ തിരക്കി വരണ്ട. ഞാൻ കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കും. ഉറപ്പാ സാർ. ശരി, ഓക്കെ. രണ്ടല്ല കഴിഞ്ഞ് എത്തിയോ? ഇന്നെങ്കിലും ആ പൈപ്പിന്റെ കാര്യം ഒന്ന് പറഞ്ഞായിരുന്നു മനുഷ്യ. നിങ്ങൾക്ക് എന്തോ അറിയണം. ഇങ്ങനെ തരാ പാരാ നടന്നാ മതിയല്ലോ. ഒരു ദിവസമെങ്കിലും കൂട്ടുകാരെ കണ്ട് അറ്റൻഡൻസ് വെച്ചില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ. ഇങ്ങനെ കിടന്ന് നരയിക്കാനായിരിക്കും എന്റെ വിധി. എന്റെ കർത്താവേ, എത്രയെത്ര ആലോചനകൾ വന്നതാ. അപ്പനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടതോ ഇത് എന്റെ വിധി, അല്ലാതെ എന്താ? അപ്പൊ മറ്റൊന്നും ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഡ്രസ്സ് വാങ്ങാനായിട്ട് എനിക്കൊരു 3000 രൂപ വേണം. മക്കളെ, അപ്പച്ചന്റെ പെൻഷൻ പൈസ വന്നില്ല മക്കളെ. അങ്ങയുടെ കയ്യിൽ ഒരു പിണ്ണാക്കി കാണില്ലടാ. സ്വന്തം വീട്ടുകാര് വന്ന് കരഞ്ഞ് പറഞ്ഞ ഇപ്പൊ വരും 3000 അല്ല 5000 വേണേ. കഴിഞ്ഞ ആഴ്ചയല്ലേ നിന്റെ പാപ്പന്റെ മോൻ വന്ന് രൂപ 10000 കൊടുത്ത്? ഓ, കണക്കും പറഞ്ഞു തുടങ്ങിയോ? എന്റെ വിധി. എനിക്ക് എന്തായാലും 3000 കിട്ടിയേ പറ്റും, ഇല്ലെങ്കിൽ ഞാൻ ഇന്റർവ്യൂ പോകത്തില്ല. ശരിയാക്കാം മക്കളെ. റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കുമായിരിക്കും അല്ലടാ. പിള്ളേരെല്ലാം പുറത്തല്ലേ. പോരാത്തതിന് ലവ് മാരേജും സെക്കൻഡ് ഹണിമൂൺ അല്ലേ ആയിരിക്കും. പോലേക്ക ഇത്രയും ഗതി കേട്ടോ വേറെ ആരും കാണില്ല ദൈവമേ. ഇപ്പോ അപ്പോഴേക്കും അദ്ദേഹം സ്വപ്നലോകത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. സ്വപ്നലോകത്തേക്ക്. എന്താ പറയും? മനുഷ്യ, വരുമ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡ് വാങ്ങിക്കൊണ്ട് വരണം. എനിക്ക് 7 മണിക്ക് മുന്നേ ഫുഡ് കഴിക്കണം.
കാണാതിരിക്കാനൊക്കത്തില്ല. ഏറ്റവരെന്ന് പറയാനാ. ഇതൊക്കെ ഒരു യോഗം. ഞാൻ പോട്ടെ. ഒരു യോഗം തന്നെ കേട്ടാ. ശരി. ആ മോളെ, നിങ്ങൾ സിംഗപ്പൂർ എത്തിയോ? എല്ലാം ഓക്കെ അല്ലേ അവിടെ? എവിടെ പോയാലും അതെല്ലാം എടുത്ത് സ്റ്റാറ്റസ് ഇട്ടേക്കണം, എല്ലാവരും കാണട്ടെ. ആ, അത് ഞാൻ പറഞ്ഞ് GPay ചെയ്യിക്കാം. മോളെന്താ പറഞ്ഞേ? അതെ, മോളുടെ അക്കൗണ്ടിലേക്ക് ഒരു 50,000 GPay ചെയ്തേക്ക്. ഓ, 8:30. എന്ത് വിളിക്കാറില്ലേടാ? അക്കൗണ്ടിൽ കാശ് തീർന്ന വിളിക്കും. അവള് പോയിട്ട് കുറെ നാളായല്ലോ, വിളിക്കാറില്ലല്ലേ? എന്തിനു വരണം? ഇവിടെ ആരിയ്ക്കുന്നു? അതെന്താടാ അങ്ങനൊരു പറച്ചില്? ഒന്നും പറയാതിരിക്കുന്നതാടാ നല്ലത്. നമ്മള് ATM മെഷീൻ. പെൻഷൻ കാശ് അക്കൗണ്ടിൽ വരുമ്പം വിളിക്കും, എന്തെങ്കിലും കാര്യം കാണും. അത് കഴിഞ്ഞ് അടുത്ത തവണ അതേ സമയം. ഒരായുസ് മുഴുവൻ അതുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. അമ്മയും പെങ്ങന്മാരും തിരിഞ്ഞു പോലും നോക്കാൻ നിന്നിട്ടില്ല. അതിന്റെ ശാപമായിരിക്കും എല്ലാം അനുഭവിക്കുക. എല്ലാം മാറും, സപ്പോർട്ടടാ, എല്ലാം മാറും. ഓ, ഞാനതൊന്നും ഓർക്കാറില്ലെന്ന്. ആ മക്കളെ നടന്നു. അപ്പൂപ്പൻ ദാ വരുന്നു. അപ്പൂപ്പൻ വരാം, ദാ വരുന്നു. നിന്റെ ഭാഗ്യമാടാ അവൻ. എനിക്കും ഉണ്ട് 2 ചെറുമക്കള്. അക്കൗണ്ടിൽ കാശ് തീരുമ്പോ വിളിക്കും. ആ, നീ ചെല്ല്, അവനവിടെ നിൽക്കുക. അച്ഛനെ നോക്കുന്നതേ ഞാനാ. അപ്പൊ ഈ വീടും പറമ്പും എനിക്ക് അവകാശപ്പെട്ടതാ. അയ്യോടി, മനസ്സിലിപ്പോ കൊള്ളാലോ. അമ്മ മരിച്ചപ്പോഴേ ചടങ്ങൊക്കെ നടത്തിയത് ഞാനാ. നിനക്ക് തരാനുള്ളതൊക്കെ അന്ന് തന്നു. ഓ, അവള് പറഞ്ഞു വിട്ടതായിരിക്കും. ഇതിന്ന് 1 സെന്റ് ഭൂമി നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് കിട്ടില്ലടാ. എന്തിനാ കല്യാണി എന്നെ തനിച്ചാക്കി നീ പോയത്? നമ്മുടെ മക്കൾ പറയുന്നത് നീ കേട്ടില്ലേ? ജീവിച്ചിരിക്കുന്ന ഈ കിഴവൻ ഇപ്പോൾ അവർക്കൊരു ഭാരമായി മാറിയിരിക്കുകയാണ്. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ്
അവർ തമ്മിൽ തല്ലാണ്ടിരുന്നാൽ മാത്രം മതിയായിരുന്നു. ഇല്ല, അപ്പൂപ്പൻ കരയില്ല മോനെ, അപ്പൂപ്പൻ കരയില്ല. നീ വന്നിട്ട് ബന്ധുവിടെയൊന്നും പോയില്ലടാ? റിലേറ്റീവ്സ് എന്നൊക്കെ പറയാൻ ഇപ്പോൾ ആരാ? കല്യാണം കഴിഞ്ഞ് അവളെ കൊണ്ട് പോതല്ലേ, അതോടെ മുറിഞ്ഞു. ഇപ്പോൾ ബന്ധുക്കളെന്ന് പറഞ്ഞാൽ ആരുമില്ല. വല്ലപ്പോഴും ഒക്കെ അവരൊക്കെ വിളിച്ചാലായി, അന്ന് മുറിഞ്ഞതാണ് ഇതുവരെ. എന്താടാ ഉണ്ണി നിനക്കൊരു ക്ഷീണം? നീ ഞായറാഴ്ചയായിട്ട് പണിക്ക് പോയെന്ന് കേട്ടു. അപ്പോൾ നിങ്ങൾക്കൊക്കെ അല്ലേ റിട്ടയർമെന്റ് ഉണ്ട്? ഞാൻ എന്തോന്ന് റിട്ടയർമെന്റ്? ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഉണ്ണിയില്ലെന്നർത്ഥം. ഇപ്പൊ തന്നെ പുല്ല് വിലയാണ്. ജോലിക്ക് പോയില്ലല്ലോ. ഉണ്ണി ഇല്ലടാ, ഞാൻ കരയില്ല. എൻ്റെ കല്യാണിക്ക് കൊടുത്ത വാക്കാണ്, ഞാൻ കരയില്ല. ഇമ്പം പത്തായി കരയുന്നു. പോട്ടടാ, നീ കരയാതെ നീ പോട്ട്, നീ കരയല്ലേ. നിന്റെ കൊച്ചുമോനല്ലേ? ഇന്നത്തെ ഡേറ്റ് ഇന്ന് 10 നീ ഫോൺ എടുക്ക്. ആ ഡിയർ, ഞാൻ ബൈ ഫൈൻ. How are your exam? Oh, good. Okay. I will send the cash now. Okay. എന്തോ നാട ഇത്, ലക്കടി സായിപ്പോ. നീ എന്തിനാടാ ഡേറ്റ് ചോദിച്ചത്? അവൻ്റെ ബൈക്കിൻ്റെ EMI അടക്കുന്നത് ഞാനാണ്. ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്, മറന്നുപോയി. ഒരു നമ്പറും കാണാം. പിള്ളേർക്ക് 2 പേർക്കും മലയാളം അറിയില്ലല്ലേ? അത് കോമളവലിയുടെ സ്റ്റാറ്റസിന് ചേരില്ല. അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ ഇതൊന്നും സ്റ്റാറ്റസിന് ചേരത്തില്ല. മമ്മി, ഡാഡി, ഗ്രാൻഡ് പാ, ഗ്രാൻഡ് മമ്മി, അതൊക്കെ ആടാ സ്റ്റാറ്റസ്. ഞാനിപ്പോഴേ പഴയ ഗോവിന്ദ മാഷിൻ്റെ മോനല്ല, സാവിത്രിയമ്മയുടെ മോനല്ല, ദില്ലിവാല കോമളവല്ലിയുടെ ഹസ്സാടാ, ഹസ്. നീ സന്തോഷത്തിൽ തന്നെയല്ലേ? സന്തോഷം ശരിക്കും നമുക്ക് സന്തോഷമുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സങ്കടം വന്ന് നമ്മൾ ദേഷ്യപ്പെട്ടാൽ അവൾമാർക്ക് കയറി ചെല്ലാൻ ഒരുപാട് വീടുകളുണ്ടാകും. നമ്മൾ സങ്കടപ്പെട്ടിരുന്ന നമ്മുടെ മക്കളെങ്കിലും വന്ന് ചോദിക്കൂടാ എന്താണെന്ന്. നമ്മൾ മാത്രമേ ഇടാ പട്ടിയുടെ ഗെയിം, ഇതൊരു പട്ടിയുടെ ഗെയിമാണ്. ശരിയാ, എന്റെ അവസ്ഥ ഏത് തന്നാടാ. ചെണ്ട ചെന്ന് മദ്ദളത്തോട് പറയുന്നു. ഉണ്ണിയും കണ്ടില്ലല്ലോടാ ക്ലീറ്റസിനെ, അവർ വരില്ലേ? ക്ലീറ്റസ് മോന്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയിരിക്കുക. ഉണ്ണിക്ക് ഇന്ന് പണി കുറച്ച് ദൂരെ എവിടെയോ. ഈ ഉണ്ണിക്ക് അവൻ്റെ കാലിലെന്തോ ഓപ്പറേഷൻ അല്ലായിരുന്നല്ലോ, എന്നിട്ടും എന്താടാ അവൻ ഇങ്ങനെ? അവൻ അന്ന് പറഞ്ഞത് ശരിയാ, അവൻ ജോലിക്ക് പോകുന്നോണ്ടാ. അല്ലെങ്കിൽ ആ പിള്ളേര് പണ്ടേ അവനെ ഇറക്കി വിട്ടേന്. കിട്ടുന്ന കാശ് മുഴുവൻ അവറ്റകൾക്ക് വേണ്ടിയാ ഇപ്പോഴും. പിന്നെ ആകെ പറയാനുള്ളത് ആ പയ്യനാ, കൊച്ചുമോൻ. തൃക്കാർത്തികയ്ക്ക് തിരികൊളുത്താൻ വന്ന നക്ഷത്രകന്യകളെ, നിങ്ങൾ കൈതപ്പും കടവിൽ കളിവെള്ളം തുഴയും കടത്തുകാരനെ കണ്ടോ നീ? ചെവി തന്നെ കേൾപ്പിക്കില്ല. നിങ്ങൾ കണ്ടയാർക്കാണ് മനുഷ്യൻ. ഞാൻ നല്ലിയെ കണ്ടു വിളിച്ചത്. മുളകും മല്ലി വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിയില്ലല്ലോ. നീ പറഞ്ഞായിരുന്നു. ഓ, ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടെ വേറെ എന്താ പണി?
ക്ലീറ്റ, ഒരു പാട്ട് പാടണം. എത്ര നാളായിടാ നിന്റെ ഒരു പാട്ട് കേട്ടിട്ട്? എൻ്റെ പാട്ടൊക്കെ പോയടാ. എൻ്റെ പാട്ട് കേട്ട അവൾ എൻ്റെ കൂടെ വന്നത്. ഇപ്പം എൻ്റെ പാട്ടും എന്നെ അവൾ കാണുന്ന പോലും ചതുർത്തിയാണ്. ഓർക്കണല്ല, അവളുമാർക്കൊന്ന് കലാബോധമുണ്ട്. നീ പാടണം. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ആയിരം പാദസ്വരങ്ങൾ കിലുങ്ങി. എന്താടാ, എന്ത് പറ്റി? സഹിക്കാൻ വയ്യട. എന്താ കാര്യം? ആണുങ്ങൾക്ക് അറിയാൻ പാടില്ല. അത് ഞാൻ ഓർത്തില്ല. നമ്മളൊക്കെ ഹൃദയമില്ലാത്തവരാണ്. ഒരായുഷ്കാലം മുഴുവൻ കുടുംബത്തിന് വേണ്ടി വണ്ടിക്കാളയെ പോലെ ഭാരം വലിച്ചിട്ട് ആരും മനസ്സിലാക്കുന്നില്ല. ഉണ്ണി, അവൻ പറയട്ടടാ, അങ്ങനെയെങ്കിലും അവന്റെ സങ്കടം കുറച്ച് കുറയട്ടെ. നമ്മുടെ സങ്കടം കേൾക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ? പെണ്ണുപിള്ള പറയുന്നത് കേട്ടാ അച്ചിക്കോന്ന്, അമ്മ പറയുന്നത് കേട്ടാ അമ്മുൽ ബേബി. ശരിക്കും നമ്മൾ ആരാ? നമ്മൾ സങ്കടപ്പെടുന്ന കണ്ടാൽ ഇവരാരെങ്കിലും അന്വേഷിക്കുമോ? ഹോറിബിൾ, വാട്ട് എ ട്രാജിക് ലൈഫ് വി ഹാവ്. അടങ്ങടാ. ഒരു 30 വയസ്സിന് ശേഷം നിന്നെ ആരെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? അമ്മ, മകൾ, ഭാര്യ, ആരെങ്കിലും? ദേ പാവം, ഒന്നും നടക്കുന്നില്ല. അതിന്റെ മോങ്ങല. എടാ, നിന്റെ ഭാര്യ നിന്റെ കൂടാണോ കിടക്കുന്നത്? അതിനവളെ ഇവിടെ ഇല്ലല്ലോടാ. ഇവിടെ ക്ലീറ്റസ്, നിന്റെ ഭാര്യയോ? ചെന്നാ മതി. അതാടാ പറഞ്ഞത്. ചേർത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല അർത്ഥം. ചേർന്ന് കിടക്കാൻ ഒരാളുണ്ടെന്ന് കൂടിയാണ്, ഒപ്പം ഒരു കൂട്ടുണ്ടെന്ന് കൂടിയാണ്. ശരിയാടാ, എനിക്കും തോന്നിയിട്ടുണ്ട്. അവളെ വന്ന് മോനും മോളും ഒക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ ഞാനും കുറിച്ചിട്ടുണ്ട്. മക്കൾ പോലും കെട്ടിപ്പിടിക്കില്ലല്ലോ. അവർക്കൊക്കെ അപ്പച്ചന്മാർ കഠിന ഹൃദയരാണല്ലോ. എപ്പോഴെങ്കിലും അവളൊന്ന് ചേർത്ത് പിടിച്ച് പൊട്ടിച്ചായ എന്നൊന്ന് പറഞ്ഞെങ്കിലെന്നോ ഒരുപാട് ഞാൻ കുറിച്ചിട്ടുണ്ട്. We are not humans. We have no emotions. We are machines. Money making machines. എടാ, സാരി ഗോൾഡ് വാങ്ങിക്കൊടുത്താൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ സ്നേഹിക്കും. മമ്മി മക്കളും എപ്പോഴും ഒറ്റക്കെട്ടാണ്. I am alone, a lonely man in the desert. പെണ്ണുങ്ങൾക്ക് പീരീഡ്സിന്റെ മൂഡ് സിങ്സ്, ഡെലിവറിക്ക് മൂഡ് സിങ്സ്. നമ്മക്ക് ഈ മൂഡ് സിങ്സും പെയിനും ഒന്നും ഇല്ലല്ലോ. ദാ ഇവിടെ ഉള്ളത് കരിങ്കല്ലല്ലേ. എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടാണ് വീട്ടിൽ ചെന്ന് കയറുന്നത്. എന്നിട്ട് അവിടെ ചെന്നാലും ഒരു സ്വസ്ഥതയുമില്ല. അല്ല, ബെസ്റ്റ് കോമഡി എന്താണെന്ന് വെച്ചാൽ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ്, അവളുടെ ബർത്ത്ഡേ, മക്കളുടെ ബർത്ത്ഡേ, എന്തിന് വീട്ടിലെ പട്ടികളുടെ ബർത്ത്ഡേ പോലും മനപ്പാടം അവർക്ക്. എന്നാണ് ഹൗസ് ലോണിൻ്റെ EMI ഡേറ്റ്, കാറിൻ്റെ EMI ഡേറ്റ്, അതൊന്നും ആർക്കും അറിയില്ല. അതൊന്നും ആർക്കും അറിയില്ല. ഞാൻ ചാവുന്നതിന് മുമ്പ് അവൾ പോയത് നന്നായി. ഇതൊന്നും കാണേണ്ടിയും അനുഭവിക്കേണ്ടിയും വന്നില്ലല്ലോ. അക്കാര്യത്തിൽ ഞാൻ ലക്കിയ. ഞാനൊക്കെ ചത്ത് 3 or 4 കഴിഞ്ഞ് ആരെങ്കിലും അറിയും. അല്ലടാ, നീയൊക്കെ വന്ന് അന്വേഷിക്കത്തില്ലോടാ? കരഞ്ഞേക്കണേടാ. അത് എവിടെ പോവുക? നമ്മൾ ആണുങ്ങളാണ്. കരയാനോ പരസ്യമായി വേദനിക്കാനോ പാടില്ല. കർത്താവ് അങ്ങനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. നീ ഒരു പോട്ടം പാട്ട് പാടടാ. ഒരു മധുര കിനാവിൽ ലഹരിയിലെന്നും കുടമുല്ലപ്പൂ വിരിഞ്ഞു,
അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യ്. വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ഉണ്ണി അവനിനി നമ്മുടെ കൂടെ ഇല്ലാന്ന്. ഒന്നോർത്ത് നന്നായി. ആ തലതെറിച്ചങ്ങൾ തമ്മിൽ തല്ലുന്നത് അവന് കാണേണ്ടി വന്നില്ലല്ലോ. എന്നാലും പോന്ന കാര്യമൊന്നും ക്ലീറ്റസ് പറഞ്ഞില്ലായിരുന്നല്ലോ. ആ ചെറുക്കൻ്റെ കാര്യത്തിന് വീട് വിറ്റെന്നാ കേട്ടത്. ത്രേസ്യയുടെ കുടുംബത്തിനടുത്തെങ്ങാണ്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്തത്. ഇപ്പോഴേ തൻ്റെ കടയിൽ സെക്യൂരിറ്റി ആയിട്ട് കയറിയെന്ന് അറിഞ്ഞു. പാവത്തിന്റെ ഗതികേട്. അങ്ങനെ നമ്മൾ മാത്രമായി. എനിക്കൊരു വിളി വരുന്ന ലക്ഷണമുണ്ട്. അവൾ അവിടെങ്ങാണ്ട് വീണ് കാല് ഫ്രാക്ചറായി കിടക്കുക. മോൻ വിളിച്ചിരുന്നു. അച്ഛൻ കയറി ചെല്ലുന്നില്ലേ എന്ന് ചോദിച്ചു. പിള്ളേരെ നോക്കിയിരുന്ന തള്ള വീണല്ലോ. ഇനി തന്തപ്പടി അങ്ങ് ചെല്ലട്ടെന്ന്. നല്ല സ്നേഹം. അപ്പോൾ ഞാൻ വീണ്ടും പട്ടാളം പുരുഷുമായി അല്ലേടാ? അതിപ്പോ നന്നായില്ലേ? നാടും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് എന്തിനാ? അവിടെ എങ്ങാനും പോയൊരു ഫ്ലാറ്റ് വാങ്ങണം. ഓ ശരി ശരി, ഓക്കെ.